ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പകൽക്കാലം ഫോക്കസ് ഓൺ ജീസസ് എന്ന പ്രയർ ഗ്രൂപ്പിനോടൊന്നിച്ച് അടിയങ്ങൾക്കും പ്രഭാതത്തിൽ വചനം സംസാരിപ്പാൻ എനിക്കൊരവസരം തന്ന അനീഷ് മാസ്റ്ററോടും ഈ ഗ്രൂപ്പിനോടുള്ള നന്ദി സ്നേഹത്തെ അർപ്പിക്കുന്നു. തുടർന്നൊട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനം 46:1. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു, കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, നല്ലതും വേറുവാന്ന സമയത്തിന് ആസ്വദിക്കുന്നു. വചനമായ അപ്പാ നിന്റെ സന്നിധിയിൽ വരുന്നു. ഇടയങ്ങൾക്ക് ഹല്ലേലൂയ വചനം സംസാരിക്കാനുള്ള കഴിവില്ല എങ്കിൽ ദൈവസ്ഥാനത്തെയും കൂടെ ഇരിക്കണം. ദൈവത്തിൻ്റെ കരാടങ്ങളോട് കൂടെ ഇരിക്കണം. അവനോട് കൂടി സംസാരിക്കുമാറാണ്. പ്രാർത്ഥന കേൾക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ ഈ വാക്കുകൾ കേട്ട് പ്രസംഗങ്ങൾ കേട്ട് മടുത്തവരായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവം പറയാണ്, നമ്മുടെ സങ്കേതമാണ്, ബലമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. പല കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഉറ്റവർ, സ്നേഹിതർ, ഹല്ലേലൂയ നമ്മുടെ കൂടപ്പിറപ്പുകളെല്ലാം നമുക്ക് ആ ഒരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധിയിൽ കഴിഞ്ഞാൽ ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല. എന്നാൽ അതിനപ്പുറത്തും ഹല്ലേലൂയ നമുക്ക് വേണ്ടി കരുതുവാൻ ഹല്ലേലൂയ ശക്തനായ ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് ഈ രാവിലെ സമയം അറിയുക. ഹല്ലേലൂയ. ഏത് പ്രയാസങ്ങൾ വന്നാട്ടെ, പ്രശ്നങ്ങൾ വന്നാട്ടെ, പ്രതികൂലങ്ങൾ വന്നാട്ടെ, ആ സ്വർഗത്തിലേക്ക് നോക്കിയെങ്കിൽ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, സംഘത്തിനക്കാരൻ ഇങ്ങനെ വരുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. സഹായമായ പർവ്വതങ്ങളിലേക്ക് നീ കണ്ണുകളെ ഉയർത്തുന്നെങ്കിൽ നിനക്ക് സഹായം ലഭിക്കും. നിശ്ചയം മാനുഷികമായ കണ്ണുകളിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളെ, ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ സഹായം ഹല്ലേലൂയ അല്പനേരത്തേക്ക്, അല്ലെങ്കിൽ ഒരു പരിധി വരെ, ഹല്ലേലൂയ ഒരു പീരീഡ് വരെ കാണത്തുള്ളൂ. എന്നാൽ നിൻ്റെ കണ്ണ് ഓരോ കനകടകശാമ്പവ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തിയെങ്കിൽ ഹല്ലേലൂയ നിനക്ക് സഹായം ഹല്ലേലൂയ ഒരു പരിധി വരെയല്ല, ഹല്ലേലൂയ കർത്താവ് ഒരു പീരീഡ് വരെയല്ല. നിനക്ക് സഹായം എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ആ പിതാവ് ചെയ്തു തരാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആ പിതാവ് കരുണയുള്ള ഒരു പിതാവാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ഹല്ലേലൂയ സങ്കീർത്തനത്തിന് താഴോട്ട് വായിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഭൂമി കുലുങ്ങി, പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീണാലും അതിൻ്റെ വെള്ളം ഇരിച്ച് കലങ്ങിയാലും ഹല്ലേലൂയ ഒന്നും ഭയപ്പെടണമെന്നാണ് പറഞ്ഞ്. എന്തെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രശ്നങ്ങൾ ഹല്ലേലൂയ കുഴഞ്ഞ് മറിഞ്ഞ് നിൻ്റെ ജീവിതത്തിൻ്റെ വേടയിൽ കടന്നു വരുമ്പോൾ നീ ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നതിന് ഹല്ലേലൂയ ദൈവമക്കളെ ഒരു മറുപടിയുണ്ട്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നീ പ്രയാസങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും വന്നാലും എൻ്റെ പ്രാണപ്രിയനെ മുറുകെ പിടിച്ചാൽ നിനക്ക് വളരെ പ്രതിഫലമുണ്ട് നിശ്ചയം. നമ്മുടെ യോബിനെ ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ പ്രതീക്ഷിക്കുന്നതിനപ്പുറമൊക്കെയും തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സംഭവിച്ചു. എന്നാൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ തൻ്റെ ഹല്ലേലൂയ ജീവിതത്തിൽ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു ദൈവം സാക്ഷ്യം പറഞ്ഞൊരു മനുഷ്യനാണ്. എന്നാൽ ഹല്ലേലൂയ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആ യോബിനറിയാമായിരുന്നു. ഹല്ലേലൂയ തൻ്റെ പ്രിയ ഹല്ലേലൂയ കൂട്ട് സഹോദരി വരെ ഹല്ലേലൂയ പ്രിയതമ വരെയും തന്നെ കൈവിട്ടപ്പോൾ ഹല്ലേലൂയ യോബിനറിയാം, ആരൊക്കെ എന്നെ എന്തൊക്കെ തള്ളിയാലും എന്നെ ചേർത്ത് ആ പ്രാണപ്രിയൻ ഓറികനഘടക ശാംഭവാരകൽ കമനഘടകസ്യ എന്നെ ചേർത്ത് സ്വർഗത്തിലെ പിതാവ് ഹല്ലേലൂയ എന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാക്ക് പറഞ്ഞതിൻ്റെ ദൈവമല്ലാതെ ഈ ലോകത്തിൽ ആരുണ്ട്? ഹല്ലേലൂയ മനുഷ്യ സ്നേഹങ്ങളും ബന്ധങ്ങളൊക്കെയും ഒരു പരിധി വരെയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവസ്നേഹത്തിന് ഹല്ലേലൂയ സഹായത്തിനോ ഒരു പരിധിയും വയ്ക്കാതെ വണ്ണം ഹല്ലേലൂയ സഹായിപ്പാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുമോ? ഈ പകൽ വചനം കേൾക്കുന്നവർ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുമുണ്ട്. എന്നാൽ ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കാതെ
കേൾക്കാതെ വണ്ണം ഹല്ലേലൂയ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ സമയം ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്ത് കുറവാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. വാക്കിൽ, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, ചിന്തയിൽ, കൊടുക്കൽ വാങ്ങൽ, ഹല്ലേലൂയ നിരൂപണങ്ങളാൽ ഹല്ലേലൂയ എൻ്റെ ദൈവത്തോടും ഹല്ലേലൂയ അകറ്റുന്ന എന്തേലും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ കാലങ്ങൾ അധികമില്ല മക്കളെ, ഹല്ലേലൂയ സമയങ്ങൾ അധികമില്ല. പ്രാണപ്രിയം വരുവാൻ സമയമായി. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. ഹല്ലേലൂയ വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതി ചെയ്യുന്നവനോ നീതി ചെയ്യട്ടെ. ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നവരായിട്ടല്ല, സ്വർഗത്തിലേക്ക് നോക്കി അപ്പാ എൻ്റെ ഓരോ വിഷയങ്ങൾ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ ഓടും, അധ്വാനിക്കും. ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രയത്നിക്കുമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ ഇപ്പോൾ കാലം ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഇപ്പോഴത്തന്നെ ഹല്ലേലൂയ പ്രളയങ്ങളൊക്കെ നടക്കുന്ന സമയമാണല്ലോ. ഹല്ലേലൂയ ആ സമയത്ത് ഹല്ലേലൂയ വീടുകളിൽ വെള്ളം കയറിയ അനേകരുണ്ട്, കഷ്ടത്തെ അനുഭവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ അവരെയൊക്കെ താങ്ങുന്ന കരം ആ പ്രളയം കഴിയുമ്പോൾ നിൽക്കും അല്ലേ? ഹല്ലേലൂയ ആ കാര്യങ്ങൾ എന്താണ്? വെള്ളം കയറി ദുരിതാശ്വാസത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഇത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അതുപോലത്തെ ഒരു നന്മ തരണമെന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. ഹല്ലേലൂയ എന്നാൽ നിനക്ക് സാഹചര്യങ്ങൾ അനുകൂലമായാലും അനുകൂലമല്ലെങ്കിലും നിന്നെ സഹായിക്കാൻ ശക്തനായ ഒരു പിതാവുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നീ മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്നതിന് മുമ്പ് നിന്റെ സ്വർഗത്തിലെ പിതാവിനോട് നീ നോക്ക്. ഹല്ലേലൂയ നീ യാചിക്ക്, നിനക്ക് ഹല്ലേലൂയ ഉത്തരം തരാൻ ശക്തനായ ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. പലപ്പോഴും നമ്മൾ മറന്നു പോകും. ഹല്ലേലൂയ എങ്കിലും നമ്മുടെ ഏതൊരു പ്രയാസത്തിലും കൂടെ നിൽക്കാമെന്ന് പറയുന്നവർ ഹല്ലേലൂയ സ്വല്പം നേരത്തേക്കുള്ള. എന്നാൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ ആ വചനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, 34 സങ്കീർത്തനത്തിൽ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കും. തകർന്ന മനസ്സിനെ ആർക്ക് വേണം? ഈ ലോകത്തിൽ സന്തോഷിപ്പാനുള്ളവരെ മതി. ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കാൻ ആരുമില്ല, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുന്നതിന് അനേകരുണ്ട്. എന്നാൽ നമ്മുടെ പിതാവ് നമ്മളെ കൈവിടാത്ത പിതാവ് പറഞ്ഞതാണ്, ഇന്ന് പകൽകാലം തകർന്നു നുറുങ്ങിയിരിക്കുന്ന വിഷയത്തിന് മേൽ നീ പ്രയാസപ്പെടുന്നോ, നീ ഭാരപ്പെടുന്നോ? ഹല്ലേലൂയ ഈ വിഷയം ഞാൻ എന്തു ചെയ്യും ഹല്ലേലൂയ എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ ഹൃദയം തുറക്കത്തോടെ എൻ്റെ അപ്പൻ്റെ അടുക്കൽ വാവിട്ടെന്ന് നിലവിളിച്ച് ആ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുവാൻ, യാചനയുടെ മറുപടി തരുവാൻ സ്വർഗത്തിൽ അപ്പച്ചൻ നിൻ്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ നിൻ്റെ കണ്ണുകൾ ഹല്ലേലൂയ പർവ്വതങ്ങളിലേക്കൊന്ന് ഉയർത്തിയാകട്ടെ. ഹല്ലേലൂയ ഈ രാവിലെ സമയം ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ ഹല്ലേലൂയ സ്തുതിക്കുന്നവരായി, സ്തോത്രം ചെയ്യുന്നവരായി, നന്ദിയുള്ളവരായി തീരുവാൻ നോക്കണം. നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ നിന്നയ്ക്ക് പരിഹാസത്തിനുമൊക്കെയും ഹല്ലേലൂയ കാരണമായിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നിനക്കെയും പ്രതിഫലം കിട്ടും നിശ്ചയം കേട്ടോ. നിൻ്റെ വീട്ടിലും പലരും നിന്നെ പരിഹസിക്കുന്നുണ്ടാകും. നിന്നെ പലരും പരിഹസിച്ച് തള്ളുന്നുണ്ടായിരിക്കും. എങ്കിലും നിൻ്റെ ഹൃദയ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഹല്ലേലൂയ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവല്ലേ നിൻ്റെ കൂടെയുള്ളത്. ഹല്ലേലൂയ ആ വചനം ഏറ്റെടുത്തുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് ഏറ്റുകൊണ്ട് ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അന്യോന്യം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അടിയനെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.